മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യം. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കുവാൻ തുടങ്ങി. കൊറാസീൻ ദുരിതം, അങ്ങനെ വചനം പോവുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിച്ചു. ഏറ്റവും കൂടുതൽ ശാസനയേറ്റവൻ, ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിച്ചവൻ, ആ സ്നേഹം തിരികെ കൊടുക്കണമെന്നുള്ള സ്വർഗത്തിനൊരാഗ്രഹമുണ്ട്. അത്രമാത്രം കരുതലും അത്രമാത്രം സ്നേഹവും നിൻ്റെ ജീവിതത്തിൽ ദൈവം പെയ്തിറക്കിയിട്ടുണ്ട് എങ്കിൽ ആ പ്രതിനന്ദി കാണിക്കാൻ നീ മറന്നു പോകരുത്. കാരണം ചുറ്റും അടുത്ത് നിൽക്കുന്ന വ്യക്തിയേക്കാൾ ഒരുപാട് സ്നേഹവും കരുതലും നിൻ്റെ ജീവിത യാത്രയിൽ ദൈവം നിനക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നത് 2 പ്രാവശ്യം ഉറപ്പിക്കാൻ പറ്റുന്ന സത്യമല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. അർഹതയ്ക്കപ്പുറത്ത്, യോഗ്യതയില്ലാതെ, അത്രമാത്രം നന്മയൊന്നും നമ്മുടെ ജീവിതത്തിലില്ലെങ്കിലും ഓരോ നിമിഷവും മറക്കാതെ നന്മ പെയ്യിപ്പിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. എഴുന്നേൽക്കാനുള്ള കൃപയും അനുഗ്രഹവും ഓരോ പ്രഭാതത്തിലും ദൈവം നമ്മളെ തന്ന് സമ്പന്നനാക്കുന്നുണ്ട്, അനുഗ്രഹമാക്കുന്നുണ്ട്. തളർന്നു പോകാതിരിക്കാൻ നനവാർന്ന ഒരുപാട് നന്മകൾ ഓരോ നിമിഷവും നീ മുളപൊട്ടി എഴുന്നേൽക്കാൻ സ്വർഗം നിനക്ക് പ്രഭാതത്തിൽ സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം നന്മ നിൻ്റെ ജീവിതത്തിൽ പെയ്തിട്ടും എന്തേ നിനക്ക് ഇങ്ങനെ പ്രതിനിധിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നു? അത് സ്വർഗത്തിൻ്റെ ഒരു തേങ്ങലും ഒരു സങ്കടവും ഒക്കെ ആയി ഈ പ്രഭാതത്തിൽ അവശേഷിക്കട്ടെ. അത് പേര് മാറി, കൊറാസീൻ എന്നത് മാറി, കൊറാസീൻ നിനക്ക് ദുരിതം എന്നത് മാറി, എൻ്റെ പേരാവാതിരിക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഒരുപാട് സ്നേഹം നിൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് തിരികെ നന്ദി, താങ്ക് യു ജീസസ്, നന്ദി ഈശോയെ എന്ന് പറയാൻ ഈ പ്രഭാതം അതിന് സന്നദ്ധമാണ്, അതിന് പ്രാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. നീ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദൈവവേദലെ കണ്ണടച്ച്, കർത്താവെ, ഇത്രയും സ്നേഹം എനിക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി എന്ന് എങ്കിലും പറഞ്ഞ് കുരിശു വരച്ച് എഴുന്നേൽക്കാമോ? ഈ പ്രഭാതത്തിന് ഒരുപാട് തെളിവും ഒരുപാട് അനുഗ്രഹവും ഒരുപാട് സുന്ദരവുമാണെന്ന് ജീവിതയാത്രയിൽ നിനക്ക് മനസ്സിലാകുമെന്നത് ഉറപ്പാണ്. ആമേൻ.